ഉൾക്കടലിൽ വെച്ച് ഇയാളുടെ ബോട്ട് മറിയുന്നു. ഇയാൾ നീന്തിക്കേറിയ ദ്വീപിൽ അയാൾ ഹെൽപ്പിന് വേണ്ടി പലരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു ആ ദ്വീപിൽ ആൾവാസം ഇല്ല എന്ന്. ശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തടികളും ഇലകളും എല്ലാം കൊണ്ട് വലിയ രീതിയിൽ ഹെൽപ്പ് എന്ന് ആ കടൽ തീരത്ത് എഴുതി വയ്ക്കുന്നു. മീൻ പിടിച്ച് തൻ്റെ വിശപ്പകറ്റാൻ അയാൾ ശ്രമിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി അയാൾ കല്ലുകൾ കൊണ്ട് തീയുണ്ടാക്കുന്നു. വർഷങ്ങളും മാസങ്ങളും നീണ്ട വെയിലും മഴയും കാറ്റുമെല്ലാം അയാൾ കൊള്ളുന്നു. കാരണം കയറി ഒതുങ്ങി നിൽക്കാൻ ഒരു ഗുഹ പോലുമില്ല. തൻ്റെ ജീവിതത്തിൽ മാത്രമുണ്ടായ ഈ ദുരിതത്തിനെ ഓർത്ത് അയാൾ പലപ്പോഴും കരഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു പ്ലെയിൻ അതുവഴി വളരെ താണു പറന്നുപോയി. ഹെൽപ്പിന് വേണ്ടി കേണെങ്കിലും അത് നിർത്തിയില്ല. തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു പന്നി. ആ പന്നിയെ വേട്ടയാടാൻ വേണ്ടി അയാൾ ആദ്യമായി ആ പന്നിക്ക് പുറകെ ആ ദ്വീപിനുള്ളിലൂടെ പാഞ്ഞു. അങ്ങനെ അയാൾ ദ്വീപിന് മറുവശമെത്തി. അവിടെ കണ്ടതോ ഒരുപാട് ആൾക്കാരുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ? രക്ഷപ്പെടണമെങ്കിൽ നിന്നിടത്ത് നിന്നാൽ നമ്മളെ ആരും രക്ഷിക്കില്ല. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് നീങ്ങണം.